ഒരിടവേളയ്ക്ക് ശേഷം റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ മാനങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യൻ സൈന്യം കീവിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടെന്ന വാർത്ത പുറത്തുവരുന്നത്. മോസ്കോയിൽ നിന്ന് പറന്നുയർന്ന ഡ്രോൺ കീവിൽ യുക്രൈൻ സൈനിക താവളത്തിന് നേരെ ബോംബുകൾ വർഷിക്കുകയായിരുന്നു. 31 ബോംബുകളാണ് വർഷിച്ചത്. ആക്രമണത്തിൽ കീവിലെ ഒരു സൈനിക താവളം തകരുകയും 500 സൈനികരുടെ ജീവൻ നഷ്ടമാവുകയും നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായാണ് വാർത്തകൾ. കഴിഞ്ഞ ദിവസം നടന്ന റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തലേ ദിവസം യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പകരം വീട്ടിയെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് യുദ്ധം അവസാനിപ്പിക്കാത്തതിൽ ലോകരാഷ്ട്രങ്ങൾ ആശങ്കയിലാണ്. പുടിൻ വീണ്ടും റഷ്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പ്രസിഡന്റ് പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. 5ാം തവണയും റഷ്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് മോദി പുടിനുമായി സംഭാഷണം നടത്തിയത്. വിജയത്തിൽ അനുമോദനമറിയിച്ച മോദി റഷ്യൻ ജനതയുടെ സമാധാനത്തിനും പുരോഗതിക്കും ആശംസകൾ നേരുകയും ചെയ്തു. നിരവധി ഉഭയകക്ഷി വിഷയങ്ങൾക്കൊപ്പം യുക്രൈൻ വിഷയത്തിലും ഇരുവരും സംവദിക്കുകയുണ്ടായി. വിഷയത്തിൽ നയതന്ത്രപരമായ ചർച്ചകൾക്ക് അനുകൂലമായ നിലപാടാണ് ഇന്ത്യക്കുള്ളതെന്ന് മോദി പുടിനെ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനായി വരും വർഷങ്ങളിൽ കൂടുതൽ ശ്രമിക്കുമെന്നും തന്ത്രപരമായ വിഷയങ്ങളിൽ പങ്കാളിത്തം നടത്താൻ യോജിച്ച നടപടികൾ സ്വീകരിക്കുമെന്നും പുടിൻ മോദിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് തിരിച്ചെത്തണമെന്ന ആവശ്യവുമായി UN സുരക്ഷാ കൗൺസിലും രംഗത്തെത്തിയിട്ടുണ്ട്. ലോകത്തെ പിടിച്ചുലച്ച റഷ്യ യുക്രൈൻ യുദ്ധം 3 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 2022 ഫെബ്രുവരി 24-ന് റഷ്യ തുടങ്ങിവെച്ച സൈനിക നടപടി ഇരുവശത്തും നഷ്ടങ്ങൾ മാത്രമാണ് നൽകിയത്. ആഗോള സമ്പദ് വ്യവസ്ഥയും പിടിച്ചുലച്ചു. സമീപ ഭാവിയിലൊന്നും യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകൾ കാണുന്നുമില്ല. ഇതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. 2022 ഫെബ്രുവരി 24-ന് റഷ്യൻ സൈന്യം കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖലയിൽ പ്രവേശിക്കുമ്പോൾ അത് അവസാനമില്ലാത്തൊരു യുദ്ധത്തിന്റെ തുടക്കമാകുമെന്ന് ആരും കരുതിയില്ല. സൈനിക ശക്തിയിൽ റഷ്യയുടെ 1/4 പോലും ഇല്ലാത്ത യുക്രൈൻ എത്രനാൾ പിടിച്ചു നിൽക്കും എന്നതായിരുന്നു ചോദ്യം. പക്ഷേ യുക്രൈൻ പൊരുതിക്കൊണ്ടേയിരിക്കുന്നു. ആദ്യം തിരിച്ചടി നേരിട്ടെങ്കിലും പിന്നെ കരുത്തരായ റഷ്യൻ സൈന്യത്തെ സ്വന്തം മണ്ണിൽ നിന്ന് പലതവണ തുരത്തിയോടിച്ചു. ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനവർ കൊടുക്കേണ്ടി വരുന്ന വില വലുതാണ്. യുദ്ധം യുക്രൈനിൽ സൃഷ്ടിച്ചത് 1.5 കോടി അഭയാർത്ഥികളെയാണ്. 65 ലക്ഷം പേർ പലായനം ചെയ്തു. 10,000-ലേറെ സാധാരണക്കാർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവർ അതിലേറെ. റഷ്യയാവട്ടെ യുദ്ധ നിയമങ്ങളൊക്കെ ലംഘിച്ച് യുക്രൈനിൽ കൂട്ടക്കൊലകൾ തുടരുകയാണ്. ജനവാസ മേഖലകൾ തുടർച്ചയായി ആക്രമിക്കുന്നു. ലോകരാജ്യങ്ങളുടെ ഉപരോധം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലച്ചെങ്കിലും അവർ പിന്മാറാൻ ഒരുക്കമല്ല. രാജ്യാന്തര നീതിന്യായ കോടതിയെയും ഐക്യരാഷ്ട്രസഭയെയും അവഗണിച്ച് അവർ നിർബോധം ആക്രമണം തുടരുകയാണ്. റഷ്യയ്ക്കും യുക്രൈനും മാത്രമല്ല ലോകത്തിനാകെ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ യുദ്ധം. റഷ്യയ്ക്കും യുക്രൈനും മാത്രമല്ല ലോകത്തിനാകെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ യുദ്ധം. റഷ്യക്കെതിരായ ഉപരോധം എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ലഭ്യതയിൽ വൻതോതിൽ കുറവ് വരുത്തി. ഇത് രാജ്യാന്തര തലത്തിൽ വിലവർധന രൂക്ഷമാക്കി. യുക്രൈനിൽ നിന്നുള്ള ധാന്യ കയറ്റുമതി കുറഞ്ഞത് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി. നഷ്ടങ്ങൾ എത്രയായാലും സമാധാനം അകലെയാണ്. ക്രിമിയ അടക്കം റഷ്യ കീഴടക്കിയ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്നാണ് യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ മുന്നോട്ട് വെക്കുന്ന ഉപാധി. യുക്രൈനെ നിരായുധീകരിക്കണമെന്നാണ് റഷ്യ ആവശ്യപ്പെടുന്നത്. 2-1 നടന്നാലേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന ചുരുക്കം.